വെൽക്കം ടു റീനാസ് കുക്കറി ബുക്ക്. ഞാൻ ഇന്നൊരു രസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ ജീരകം. ഇതൊക്കെ കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കണം. അതവിടെ ഞാൻ ഇതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി രസം ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഒരല്പം കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 വറ്റൽമുളക്, ഒരല്പം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. അതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഒരു 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കണം. തക്കാളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളി നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയെല്ലാം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2.5 കപ്പ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി ഒരല്പം ഉപ്പ് കൂടി, കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പുളി ഒന്ന് നന്നായി വെന്ത് വരുന്നവരെ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അതാ പുളിയും തക്കാളിയും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രം ഒന്ന് അടച്ചു വെക്കാം. കാരണം എന്താ വെച്ചാൽ ഈ കായത്തിൻ്റെ മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഫ്ലേവർ അതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നാൽ മതി. അപ്പോൾ ഇതാ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള രസമാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.